إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ബഹുമാനത്തെ വിശ്വാസികളെ സൃഷ്ടികർത്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകളും അവന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പഠിച്ച് മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ എന്നോട് എന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറെ ദൂരം താണ്ടി നാം മുന്നോട്ട് നീക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം റമദാനിന്റെ പകുതിയും നമ്മോട് പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഏതാനും കുറച്ച് ദിവസം കൂടി നമ്മുടെ മുമ്പിൽ ബാക്കിയാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം, യുദ്ധം എന്ന് പറയാൻ പറ്റുന്നത് ആക്രമണം, ലോക പോലീസായി സമയുന്ന ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മൃഗീയമായ പ്രവർത്തനങ്ങൾ, മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ലക്ഷ്യമോ അതൊന്നും വെക്കാതെ താരണമായി കൊന്നുകളയുന്ന രംഗങ്ങൾ രണ്ടു കൂട്ടരോടും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വ്യതിരിക്തമാണ്. ഇസ്ലാമിന്റെ ശിആറുകളെ, ചിഹ്നങ്ങളെ മാത്രമല്ല പ്രവാചകനെയും സഹാബത്തിനെയും ഒക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്നവരാണ് ഷിയാക്കൾ. അതുകൊണ്ട് തന്നെ അവരോട് ആ നിലക്കുള്ള സമീപനമാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക പോലീസായി സമയത്ത് ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങള് അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റിയ ഒരു സന്ദർഭത്തിലുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രാർത്ഥനകള് നമ്മുടെ സഹോദരങ്ങള് വിവിധ രാജ്യങ്ങളിൽ രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ
അത് നിന്ന് കിട്ടാൻ, അത്തരം ആക്രമണങ്ങളും പ്രത്യാക്രമണമൊക്കെ അവസാനിച്ച് കിട്ടാനുള്ള ഏറെ സന്നിഗ്ധമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളാണ് ഉയരേണ്ടത് വിശ്വാസികൾ. അത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധ റമദാൻ നമ്മോട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് 16 എത്തിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കേണ്ട സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ മാസത്തിൽ നമുക്ക് കനിഞ്ഞരുളിയ ഒരു സന്ദർഭമാണ് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടുക എന്നുള്ള മഹത്തായ ഒരു ഭാഗ്യം. അതേ വിശ്വാസികളെ, ആ റബ്ബിലേക്ക് ഏച്ചു മടങ്ങുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പാപം കളയാൻ അല്ലാഹു കരുണ നൽകിയ റമദാൻ മാസത്തില് ഇതിന് ഇരട്ടി മധുരമുണ്ട് എന്നത് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പാപമോചനവുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി വിശുദ്ധ ഖുർആൻ എമ്പാടും കാണാൻ സാധിക്കും. ഒന്നാമതായി ആത്മാർത്ഥമായി നാം ഖേദിച്ച് മടങ്ങണം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, തൂബൂ ഇലല്ലാഹ് തൗബത്തൻ നസൂഹ. വിശദീകരിക്കേണ്ട ഇല്ലാത്ത വിധം നമ്മൾ മനസ്സിലാക്കിയ ആയത്ത് കൂടിയാണ് തന്റെ റബ്ബിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുക എന്നുള്ളത്. രണ്ടാമതായി വിജയിക്കാനുള്ള മാർഗമാണ് തൗബ. വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികൾ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക, തൗബ ചെയ്യുക, നിങ്ങൾ വിജയികളായേക്കാം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ആയത്തുകൾ. അതേപോലെ പാപം ചെയ്യുന്നവരെല്ലാം യുദ്ധമാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ എന്ന് കൃത്യമായി പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ പാപങ്ങൾ എത്രമാത്രം ചെയ്തവരാണെങ്കിലും നിരാശപ്പെടേണ്ടതില്ല. ആ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവേണ്ടതില്ല എന്ന് എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് പാപികളായ ഇസ്രാഫ് അമിതമായി കൊണ്ട് പാപം ചെയ്തു പോയ എന്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് കാരുണ്യത്തിന്റെ ഉള്ളിലൂടെ ആ റബ്ബ് പറയുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങളെ നിരാശരാവേണ്ടതില്ല എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പാപവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമെന്താ? അത്തായിബിന ബിദ്ദബി കമൻ ലാ ദബ്ബ ലഹു. പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയവൻ പാപമില്ലാത്തവനെ പോലെയാണ് എന്നാണ്. അതോടൊപ്പം തന്നെ ഒരു ദാസൻ തന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ നിങ്ങളിൽ ഒരാൾക്ക് മരുഭൂമിയിൽ വെച്ച് നഷ്ടപ്പെട്ട ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എത്രയാണ്? അതിനേക്കാളും വലിയ സന്തോഷമാണ്, അത്യധികം സന്തോഷമാണ് തന്റെ റബ്ബിന് ഇസ്തിഗ്ഫാർ ഉണ്ടാകുന്നത് എന്നാണ് പ്രവാചകന്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരാളുടെ പ്രാണൻ തൊണ്ടക്കുള്ളിൽ എത്തുന്നത് വരെ അതുവരെ സ്വീകരിക്കാം. എത്തിക്കഴിഞ്ഞാൽ തന്റെ പ്രാർത്ഥനകളും തന്റെ തൗബയും ഇസ്തിഗ്ഫാറും റബ്ബ് സ്വീകരിക്കുകയില്ല. അതേ വിശ്വാസികളെ, നമ്മളെല്ലാവരും പാപികളാണ്. ആദമിന്റെ മക്കളെല്ലാവർക്കും എന്താണ്? പാപം ചെയ്യുന്നവരാണ്. അവർക്ക് ഏറ്റവും നല്ലവരാണ് ആരാണ്? പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് എന്നാണ് കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ റമദാനും പാപമോചനം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. റമദാനിലൂടെ പാപമോചനം നേടിയെടുക്കാത്തവരെ സംബന്ധിച്ച് ഒട്ടകങ്ങൾ കേട്ട ഹദീസാണല്ലോ. ഒരാൾക്ക് റമദാൻ മാസം ലഭിക്കുകയും എന്നിട്ട് അവന്റെ പാപം പൊറുക്കപ്പെടുന്നതിന് മുമ്പായി ആ മാസം കടന്നുപോകും ചെയ്താൽ അവൻ നാശമടയട്ടെ, അവന്റെ മുഖം ഉളസട്ടെ എന്നാണ് ഇമാം തിർമിദി ധരിക്കുന്ന ഹദീസിലൂടെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റമദാൻ തുടക്കത്തിൽ വല്ലാത്തപ്പോഴൊക്കെ കൃത്യമായി നമ്മൾ കേൾക്കുന്ന ആ ഹദീസുകളൊക്കെ തന്നെയും അതിന്റെ അവസാനം പറഞ്ഞത് എന്നാണ്. മുമ്പ് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നു എന്നാണ്. അതേ പാപമോചനത്തിന്റെ മാസമാണ് റമദാൻ എന്ന് ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 റമദാനുകളിൽ നോമ്പ് നോറ്റാൽ അതിനിടയിലെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അല്ലേ? അസ്ലവാത്തുൽ ഖംസ് റമദാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഹദീസിലൂടെ കാണാൻ സാധിക്കും ആ വിഷയങ്ങളൊക്കെ. അതേ വിശ്വാസികളെ,
നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോകുന്ന ചെറുതും വലുതുമായ ഏത് പാപങ്ങളാവട്ടെ ആ പാപങ്ങളെല്ലാം തന്റെ റബ്ബിനോട് ഏറ്റു പറയാനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് ഈ വിശുദ്ധ റമദാൻ. അതുകൊണ്ട് വിശ്വാസം അറിയേണ്ടത് നിർബന്ധമായ കടമയാണത്. പശ്ചാത്താപം എന്നത് ഐച്ഛികമായ ഒന്നല്ല, മറിച്ച് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമതായി റമദാൻ എന്ന് പറഞ്ഞാൽ ഒരു സുവർണാവസരമാണ്. അഥവാ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള രാത്രിയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പകലുകളും റമദാനിലുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അത് വിശ്വാസികളെ നാം അടുത്തറിയേണ്ടതുണ്ട്. അതോടൊപ്പം അല്ലാഹുവിന്റെ സ്നേഹമാണ്. ആത്മാർത്ഥമായി പ്രചാരിക്കുന്നവരെ അല്ലാഹു അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്നാണ്. പരാജയപ്പെടുന്നവർ ആരാണ്? റമദാൻ വന്നിട്ടും പാപം പുറത്തേക്കാൻ കഴിയാത്തവനാണ് ഏറ്റവും നിർഭാഗ്യവാനെന്നാണ് വ്യക്തമായി പഠിപ്പിച്ചത്. അതോടൊപ്പം അല്ലാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്നാണ് കൃത്യമായി പഠിപ്പിച്ചത്. ആ ഒരു പാപമോചനത്തിന്റെ മേഖലയിൽ നമ്മൾ കൃത്യമായി മാറ്റം ഉൾക്കൊള്ളേണ്ടത് പ്രവാചകനോട് തന്നെയാണ്. നോക്കൂ, നിങ്ങൾ മുൻകാല പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളുമെല്ലാം അല്ലാഹു പുറത്തുകൊണ്ട പ്രവാചകനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേ അല്ലാഹുവിനോട് നിരന്തരം പാപം തേടിയിരുന്നു ആ പ്രവാചകൻ. എന്നിട്ടും അതേ അല്ലാഹുവിനോട് നന്ദി പ്രകടനവും ഉമ്മത്തിനുള്ള മാതൃകയുമായിരുന്നു അത് എന്നാണ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കണം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ പിരിഞ്ഞാൽ പോലും ആരോ സദസ്സിൽ ഇരുന്നാൽ പോലും ആ പ്രവാചകന്റെ പ്രാർത്ഥന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ പോലും 100-ലധികം തവണ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു എന്ന് സ്വഹാബകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മജ്ലിസിൽ വാഹിദി 100 മറ റബ്ബി ഗ്ഫിർ ലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം എന്ന് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരുന്നു എന്നാണ്. ഞങ്ങളൊരു സദസ്സിലിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 തവണ ഇപ്രകാരം പറയുന്നത് എണ്ണമായിരുന്നു. സ്വഹാബികൾ പറയാം, എന്റെ രക്ഷിതാവേ, എനിക്ക് നീ കൊടുത്തു തരണമേ, എന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ. തീർച്ചയായും നീ പശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമാകുന്നു എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലിരിക്കുമ്പോൾ പോലും. ഇല്ലേ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടതാ. ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും, കടന്നു പോകാറുണ്ട്. പക്ഷെ ആ സമയങ്ങളിലെല്ലാം ആ സന്ദർഭത്തിലെല്ലാം പലപ്പോഴും പലരെയും തോണ്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള തമാശകളും ചിരിക്കാനും വേണ്ടി നുണ പറയുന്ന സന്ദർഭം ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ എന്താ പറയുക അഭിമാന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്തൊക്കെ സംസാരങ്ങള് സ്വന്തം കുടുംബത്തിലെയും മറ്റുള്ള ആളുകളിലെയും അയൽവാസികളിലെയും മറ്റ് സഹോദരങ്ങളെയും ഒക്കെ നമ്മൾ അറിയാറുണ്ട്. നോക്കൂ നിങ്ങള്, അതൊക്കെ ഉണ്ടായിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനൊന്നും അല്ലാതിരുന്നിട്ട് പോലും 100 തവണ അല്ലെങ്കിൽ ഒരുപാട് തവണ ഇസ്തിഗ്ഫാർ തേടാറുണ്ട് എന്ന് പറയുമ്പോ പാപമില്ലാത്ത മനസ്സുമായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് എത്രമാത്രം അത് പറയേണ്ടതായിട്ട് വരുമെന്നത് നാം ഓരോരുത്തരും ചിന്തിക്കുക വിശ്വാസികളെ. അതേ പാപമോചനത്തിന്റെ ശ്രേഷ്ഠതകൾ എമ്പാടുമുണ്ട്. ഒന്ന്, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമാണ്, റബ്ബിന്റെ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണമാണ്. പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയെ അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്നത് ഖുർആൻ നമുക്ക് നൽകിയ വലിയ വാഗ്ദാനമാണ്. വമാ കാന മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ ഇസ്തിഗ്ഫാർ തേടുകയാണെങ്കിൽ നാം അവരെ ശിക്ഷിക്കുകയില്ല എന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അല്ലാഹുവിന്റെ ശിക്ഷകളെ അദാബുകളെ പലപ്പോഴും കടന്നു വരാനുള്ള കാരണം ഇസ്തിഗ്ഫാറിന്റെ കുറവാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി, നമ്മുടെ ഉപജീവനത്തിലും നമ്മുടെ സമ്പത്തിലും ബർക്കത്തുണ്ടാകുന്ന പലപ്പോഴും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മാറാനും അതേപോലെ തന്നെ മഴ ലഭിക്കുവാനും ഐശ്വര്യം വരാൻ കാരണമാകുമെന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ജനതയെ കൃത്യമായി പഠിപ്പിച്ച വരികളെ നമുക്ക് കാണാൻ സാധിക്കും. കേട്ട ആയത്തുകൾ തന്നെയാണ്. ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയദ്ദുലുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ.
ആ ആയത്തെ നമ്മൾ എല്ലാവരും ചിന്തിപ്പിക്കേണ്ടതാണ്. എന്നിട്ടും കൂട്ടർ നിങ്ങൾ എന്താ ഒരു ഗാംഭീര്യം കൊടുക്കാത്തത്? എന്താ പറഞ്ഞത്? ആ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ തേടിയാൽ അവൻ അതിയായി കൊടുക്കുന്നവനാണ്, നിങ്ങൾക്ക് സമൃദ്ധിയായി മഴ നൽകുന്നവനാണ്, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ തോട്ടങ്ങളും അല്ലാഹു ഏറ്റി വർദ്ധിപ്പിച്ചു തരുന്നവനാണ്. എന്നിട്ട് പറഞ്ഞ കാര്യമാണ് മാലക്കും എന്താണ് നിങ്ങൾ തന്റെ റബ്ബിനോട് ഒരു ഗാംഭീര്യം കൊടുക്കാത്തത് എന്ന ആ റബ്ബിനോട് എന്തുകൊണ്ട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുന്നില്ല എന്ന ചോദ്യമാണ് വിശ്വാസികളെ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. കൊണ്ട് തന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത് എന്താണ്? സാമ്പത്തികമായി നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറി കിട്ടാൻ, അതേപോലെ തന്നെ മഴ ലഭിക്കാൻ, ഐശ്വര്യം ഉണ്ടാവാൻ എന്ന് കൃത്യമായി പഠിപ്പിച്ചുവെങ്കിൽ നാം അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഉത്തമമായ സൗകര്യം ലഭിക്കുമെന്നാണ്. ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു ഈ ദുനിയാവിൽ നല്ലൊരു ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ഒരു അവധി വരെ ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിഭവങ്ങളെ, അത് ദുനിയാവിൽ നല്ല നല്ല സൗകര്യങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്തുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ആത്മീയവും ശാരീരികവുമായ കരുത്താണ് ഇസ്തിഗ്ഫാർ. ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുർസിൽ സമാ അലൈക്കും മിദ്റാറ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും. നിങ്ങൾക്ക് അല്ലാഹു ശക്തി നൽകുമെന്നാണ്, അതേ ശക്തി നൽകുമെന്നാണ് പറഞ്ഞത്, കരുത്ത് നൽകുമെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ പ്രത്യേകമായ സ്നേഹമുണ്ട് എന്നാണ്. അതേ ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. ആ റബ്ബിന്റെ സ്നേഹം കിട്ടാൻ ആ ഇസ്തിഗ്ഫാർ കാരണമാകുമെന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം പരമാവധി അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം. അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. പാപമോചനത്തിൽ ധൃതി കാണിക്കണം എന്നാണ് പറഞ്ഞത്. ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ കഴുകിക്കളയണം. റമദാൻ അതിനുള്ള അവസരമാണ്. തെറ്റുപറ്റിയാലുടൻ അല്ലാഹുവിനെ സ്മരിക്കുകയും പാപമോചനം തേടുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികളെന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫിറു ലിദുനൂബിഹിം. അല്ലേ, എന്താ പറഞ്ഞത്? തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, തൊട്ടത്തിൽ അക്രമം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിനെ ഓർക്കുന്നു, അവന്റെ പാപങ്ങൾ റബ്ബിനോട് അവൻ ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുമെന്നാണ്. അതേ തെറ്റുപറ്റിയാൽ ഉടൻ ആ റബ്ബിനെ ഓർക്കാൻ, ഇസ്തിഗ്ഫാർ തേടാൻ, അതാണ് ആ വിഷയത്തിൽ പഠിപ്പിച്ചത്. പാപത്തിന് ധൃതി കാണിക്കണമെന്നാണ് പഠിപ്പിച്ചത്. രണ്ടാമത്തെ ഒരു കാര്യം, പാപം ഹൃദയത്തെ കറുപ്പിക്കുന്നു എന്നാണ്. ഇന്നലാബുദ ഇദാ ഖുത്താ ഹബിഅതൻ നുഖിതത് ഫീ ഖൽബിഹി നുഖ്തത്തുൻ സൗദാ ഫൈദാ ഹുവ നസാ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു എന്ന. ഒരു ദാസൻ ഒരു തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുന്നു എന്ന. ഒരു തെറ്റ് ചെയ്താൽ എന്നാൽ അവൻ അത് ഉപേക്ഷിക്കുകയും പാപം തേടി മടങ്ങുകയും ചെയ്താലോ അവന്റെ ഹൃദയം കൊണ്ടും തെളിവുള്ളതായി തീരുമെന്നാണ് വ്യക്തമായി പഠിപ്പിക്കുന്നത്. മൂന്നാമത്തേത്, തൗബ വൈകിപ്പിക്കുന്നതിലൂടെ അപകടം സംഭവിക്കുമെന്നതാണ്. അതായത് തൗബ നീട്ടിവെക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞെന്താ? മരണപ്പെട്ടാണ് വരുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ തൗബ ചെയ്യാൻ കാത്തു നിൽക്കാതെ മരണം നമ്മെ തേടി വരാം. അതുകൊണ്ട് തൗബ എപ്പോ അവസരം കിട്ടിയത്? നമ്മൾക്ക് പാപം ചെയ്തപ്പോഴാണ്. ഇല്ലെങ്കിൽ പോലും ഏതൊക്കെ സന്ദർഭത്തിൽ എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ റബ്ബ് നമ്മളെ വിളിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഇസ്തിഗ്ഫാർ തേടിയാൽ അതേ അതിന് അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ, എപ്പോഴാണ് പാപം ചെയ്ത് തോന്നിക്കഴിഞ്ഞാൽ പോലും ഇല്ലെങ്കിൽ പോലും തന്റെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കാൻ സമയം വൈകിക്കൂടാ എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം എന്താ? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഹൃദയം ദുർബിക്കും എന്നാണ് പറഞ്ഞത്. തൗബ ചെയ്യുമ്പോഴും പാപം ഹൃദയത്തിൽ ഉറച്ചു പോവുകയും പിന്നീട് മടങ്ങാൻ പ്രയാസമാവുകയും ചെയ്യും. അതേപോലെ തന്നെ പിശാചിന്റെ തന്ത്രമാണ്. പിന്നീടാവാം അടുത്ത റമദാൻ വരട്ടെ, അല്ലെ ഹജ്ജിന് പോയിട്ടാവട്ടെ, അല്ലെ ഉംറക്ക് പോയിട്ടാവട്ടെ എന്നൊക്കെ വിചാരിക്കും. പലപ്പോഴും അങ്ങോട്ടൊന്നും മാറ്റി വെക്കേണ്ടതില്ല. എപ്പോഴാണ് നമുക്ക് തോന്നിയത് ഉടനെ തന്നെ ചെയ്യാം. പാപം ചെയ്തു പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഇസ്തിഗ്ഫാറുകളെ കൊണ്ട് വർദ്ധിപ്പിക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒരു ചരിത്രമാണ് നമുക്കറിയാമല്ലോ. ബനൂ ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ട 99 പേരെ കൊന്ന മനുഷ്യൻ ചരിത്രം. അതിന് ഉദാഹരണം
ഉദാഹരണമാണ്. എന്താണ് നീണ്ട ഒരു വിഷയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അന്നബി ഹുറൈറ ഖാല സമീഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കാന റജുലാനി ഫീ ബനി ഇസ്രായീല മുതവാഹിബൈനി فكان أحدهما يذنب والآخر مجتهد في العبادة فكان لا يزال مجتهد يرى الآخر على الذنب فيقول أقصر فوجده يوما على ذنب فقال له أقصر فقال هلني وربي أليس علي رقيبا فقال والله لا يغفر الله لك أو لا يدخلك الله الجنة فقبض أرواحهما فاجتمعا عند رب العالمين فقال لهذا المجتهد أكنت في عالم أكنت على مال يدي قادرا وقال للمذنب اذهب وادخل الجنة برحمتي وقال الآخر اذهب به إلى النار. എന്നൊരു ഹദീസിൽ പഠിപ്പിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു ഹദീസ എന്താ പറഞ്ഞറിയോ? ബനീ ഇസ്രായേൽപ്പെട്ട സുഹൃത്തുക്കൾ രണ്ട് പേരുണ്ടായിരുന്നു. അവർ ഒരാള് അയാൾ പാപം ചെയ്യുന്നവരും മറ്റൊരാളെ ആരാധനകളിൽ കഠിനാധ്വാനം ചെയ്യുന്നവരുമായിരുന്നു. സഹോദരനായ മനുഷ്യൻ തന്റെ സുഹൃത്ത് പാപം ചെയ്ത് കാണുമ്പോഴെല്ലാം പറയുമായിരുന്നു ഇനി നിർത്തു എന്ന് പറയും. അപ്പോൾ പാവി പറഞ്ഞു, നീ എന്നെയും എന്റെ രക്ഷിതാവിനെയും വിട്ടേക്കൂ എന്ന്. നീ എന്റെ മേൽ ഒരു കാവൽക്കാരനായി നിയോഗിക്കപ്പെട്ടവനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹോദരൻ പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അല്ലാഹു നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു തരില്ല എന്ന്. അഥവാ അല്ലെങ്കിൽ നിന്നെ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന്. തുടർന്ന് അവൾ രണ്ടുപേരെയും ആത്മാക്കളെ വിളിച്ചു ഫലിപ്പിച്ചു. അങ്ങനെ അവർ ലോകരക്ഷിതാവിന്റെ അടുക്കലേക്ക് എത്തുക. അപ്പോൾ അല്ലാഹു ആ ആരാധകനോട് ചോദിച്ചു, എന്നെ കുറിച്ച് എല്ലാം അറിയുന്നതായിരുന്നു നീ? കാരണം എന്താ? ആ പാപിയെ പറ്റി പറഞ്ഞ വിഷയം എന്താ? അള്ളാഹുവിന് എന്താ പറഞ്ഞത്? അവനെ പറ്റി പറഞ്ഞ വാക്ക് എന്താണ്? അള്ളാഹുവിന് ഒരിക്കലും പുറത്തു തരില്ല, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങള്, അതെ എല്ലാം അറിയുന്നതായിരുന്നു എന്ന് ആ ആരാധന അള്ളാഹു ചോദിക്കാം. എന്നിട്ട് പാപിയോട് പറഞ്ഞു, നീ പോയി എന്റെ കാരുണ്യം കൊണ്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. ആ ആരാധകനെ കുറിച്ച് മലക്കുകൾ കൽപ്പിച്ചു, ഇവനെ നിങ്ങള് നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്ന്. വിശ്വാസികളെ, നമ്മൾ ആരെയും ഓ നരകത്തിന്റെ ആളാണ്, അതേപോലെ തന്നെ അവന് സ്വർഗത്തിന്റെ ആളാണ് അല്ലേ? ഈ കമ്നായി കൊല്ലപ്പെട്ടപ്പോ ഷഹീദ് എന്നാണ് വിശേഷിപ്പിച്ചത്. നമുക്കത് പറയാൻ അർഹതയില്ല. കാരണം ഷഹീദ് എന്നത് സ്വർഗത്തിന്റെ പദവിയാണ്. സ്വർഗത്തിൽ കടന്നവരെ പറ്റിയ ഷഹീദ് എന്ന പദപ്രയോഗത്തിന് കൊടുക്കുന്നെങ്കിൽ അദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയാം. എന്ത് വകുപ്പാണ് നമുക്കുള്ളത്? നമ്മൾ ആരെങ്കിലും അള്ളാന്റെ സ്ഥാനത്തേക്ക് എത്തിയവരാണോ? നമ്മുടെ സ്വകാര്യതകളും നമ്മുടെ വൈദ്യായ കാര്യങ്ങളും അറിയുന്നവരാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങള്. എന്നിട്ടും അവർ ഷഹീദെന്ന് വിളിക്കാൻ നമുക്ക് എന്ത് വകുപ്പാണുള്ളത്? അതെ, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും സ്വഹാബത്തിനെയും വരെ ഇകഴ്ത്തുന്ന, മോശമായി ചിത്രീകരിക്കുന്ന, അതിന് മാത്രം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഖുർആൻ എന്ന് പറയുന്ന മുഴുവൻ ദുർബല ഹദീസുകളെയും വാറോട് കലർന്ന ഖുർആൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആ ആളുകളെ കുറിച്ച് കൊല്ലപ്പെടുമ്പോ നമ്മൾ പറഞ്ഞ വാചകം ഷഹീദെന്നാണെങ്കിൽ വിശ്വാസികളെ പറയാൻ പാടില്ലാത്ത വാചകമാണത്. കാരണം അള്ള പറഞ്ഞ വാചകം എന്താണ്? എന്നെ കുറിച്ച് എല്ലാം അറിയുന്നവരായിരുന്നു നീ എന്നാണ് ആ ആരാധകനോട് ആ പാപിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവിടെ ചോദിച്ചത് എങ്കിൽ കളവുകളുടെ വിഷയമാണ്. നിസ്സാരമായ സംഗതിയല്ല, പറയാൻ അവകാശങ്ങൾ നമുക്കാർക്കും. പക്ഷേ നമ്മൾ ചില അനുമാനം നടത്തിക്കൊണ്ട് പറഞ്ഞത് മാത്രമെങ്കിൽ അത് നമ്മളെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. അവർ ചരിത്രം പഠിക്കേണ്ടതുണ്ട്, ഷിയാക്കളുടെ ചരിത്രം പഠിക്കേണ്ടതുണ്ട്. ഇറാനുമായി ബന്ധപ്പെട്ട, കുവൈറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ പദം പറയാൻ കഴിയില്ല, പറയാൻ പാടില്ല എന്നതാണ് വസ്തുത എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ ആരാധകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? ഇവനെ നിങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുപോവുക എന്ന. അപ്പൊ നോക്കൂ നിങ്ങള്, പാപിയാണെങ്കിൽ പോലും ആ റബ്ബ് വിചാരിച്ചാൽ അവരെ സ്വർഗ്ഗത്തിലാക്കാൻ, നോക്കൂ നിങ്ങള്, സ്വർഗ്ഗത്തിലാക്കാൻ. അതാണ് റബ്ബിന്റെ ആ റബ്ബിന്റെ കാരുണ്യമെങ്കിൽ ആ റബ്ബിനെ കുറിച്ച് നമ്മൾ എന്തിന് നിരാശപ്പെടണം? അതുകൊണ്ട് വിശ്വാസികളെ നാം കറങ്ങിത്തിരിക്കുക. ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കാൻ അവസരം തന്നിട്ട് വിശുദ്ധ റമദാനിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലൂടെ ഇവിടെ ഇരിക്കാൻ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകിയെങ്കിൽ അൽഹംദുലില്ലാഹ്, റബ്ബിനെ എത്രമാത്രം സ്തുതിക്കണമെന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കിട്ടിയ
കിട്ടിയ ചാൻസിനെ മുതലാക്കാൻ, സമ്പന്നമാക്കാൻ തന്റെ റബ്ബിനോട് എല്ലാം തുറന്നു വെച്ച് പറയാനുള്ള ഏറ്റവും നല്ല സുവർണാവസരമായി കിട്ടിയ ഈ വിശുദ്ധ റമദാനെ നാം പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കണമെന്നാണ് ഈ സന്ദർഭത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത് എന്നാണ് വിശ്വാസികളെ. ആ വിശുദ്ധ റമദാന്റെ പകുതി പിന്നിട്ടിരിക്കുമ്പോൾ, അതേ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട മേഖലകൾ കടന്നു പോകുമ്പോൾ ഈ നമ്മൾ കടക്കാനിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായ വിശുദ്ധ റമദാന്റെ അവസാനത്തിലേക്ക് വെച്ച ഏറ്റവും നല്ല ഓഫറാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. ശുദ്ധീകരിക്കേണ്ടതില്ലല്ലോ. ആ ഇഅ്തികാഫിനെ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട്. നമ്മുടെ പള്ളിയിൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒറ്റയ്ക്കിരുന്ന ഒരു ഭാഗത്തിരുന്ന് തന്റെ പാപങ്ങളെ ഏറ്റു പറയാൻ, ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെടാൻ, വിശുദ്ധ ഖുർആനുമായി ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യാൻ, ആ റബ്ബിന്റെ കലാമിനെ അടുത്തറിയാനും പഠിക്കാനും അതുപോലെ മനഃപ്പാഠമാക്കാനുമുള്ള അവസരമായി ഉപയോഗപ്പെടുത്താൻ, ദിക്റും സലാത്തുമായി കൊണ്ട് കഴിഞ്ഞുകൂടാൻ, തന്റെ റബ്ബിനെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ധ്യാനത്തിലിരിക്കാൻ, അതേ തന്റെ ഖബറിലേക്കുള്ള ഒരു പരിശീലന കളരിയായി ആ ഇഅ്തികാഫിനെ കാണാൻ കൃത്യമായി നമ്മോട് പഠിപ്പിച്ച ആ ഒരു മേഖല കൂടി കടന്നു വരാനിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് വിശ്വാസികളെ പരിപൂർണമായി ഏറ്റെടുക്കാൻ, അഥവാ പൂർണ്ണമായി ഈ വിശുദ്ധ റമദാൻ ധന്യമാക്കി കടന്നു പോകാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശ്വാസികളെ നാം ആഗ്രഹിക്കണം ഇപ്പോൾ തന്നെ ആ ഇഅ്തികാഫിലൂടെ തന്റെ എല്ലാ കാര്യങ്ങളും തന്റെ റബ്ബിനോട് ഏറ്റു പറയാനുള്ള അവസരത്തിൽ നമ്മൾ കാത്തിരിക്കണം. അഥവാ നിയ്യത്തോട് കൂടി ഇരിക്കാൻ കഴിഞ്ഞാൽ, നിയ്യത്താക്കി കഴിഞ്ഞാൽ, അതേ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവസരം കിട്ടിയപ്പോ, ആ ഒരു മാസം കഴിഞ്ഞുകൂടിയപ്പോ ആ സന്ദർഭം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലും, സാഹചര്യങ്ങൾ കാരണം കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ നിയ്യത്തിന് കൂടി വിശ്വാസികളെ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ട് നാം അറിയേണ്ടത് ഈ വിശുദ്ധ റമദാനിന്റെ ഇനി വിലപ്പെട്ട ദിനങ്ങള് നമ്മുടെ മുമ്പിൽ ഏറ്റവും നിർണായകമാണ്. അത് മനസ്സിലാക്കി നമ്മുടെ പാപങ്ങള് അത് തന്റെ റബ്ബിനോട് ഏറ്റു പറയാൻ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും അതങ്ങനെ തന്നെയാണ്, ആരും മോശക്കാരനല്ലോ. അതുകൊണ്ട് വിശ്വാസികളെ തന്റെ റബ്ബിനോട് എല്ലാം ഏറ്റു പറയാനുള്ള അവസരമായി ആ അവസാനത്തെ പത്തിനെയും സജീവമാക്കാൻ, നമ്മുടെ പള്ളിയെ സജീവമാക്കാൻ, ഉറങ്ങാതെ രാപ്പകലുകളെ സജീവമാക്കാൻ, രാത്രികളെ പകലാക്കി മാറ്റാനുള്ള ഏറ്റവും നല്ല ആ അവസരത്തെ നാം സജീവമായി കാണുകയും കറങ്ങിത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി ആ റബ്ബിനെ കണ്ടുകൊണ്ടുന്ന സ്വർഗീയമായ കവാടത്തിലൂടെ കടന്നു പോകുന്ന മഹാസൗഭാഗ്യവന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയും ബിത്തഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയിൽ കൂടെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശ്വാസികളെ, പരിശുദ്ധമായ റമദാൻ ദിനങ്ങൾ ഓരോന്ന് കഴിഞ്ഞു പോകുമ്പോൾ പള്ളി ശൂന്യമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ടോ എന്നത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്നലെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇശാ നമസ്കരിക്കുമ്പോൾ പോലും ഒരു 2-2.5 സഫാണെങ്കിൽ, തറാവീഹിനും അതേപോലെ തന്നെയാണ് എങ്കിൽ ബാക്കിയുള്ള ആളുകളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം ദിവസം കഴിയുന്തോറും ജനനിബിഡമായി തീരേണ്ട ഭവനങ്ങൾ, അതാന്റെ പള്ളികൾ പക്ഷെ ഇപ്പോൾ ശൂന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ക്ലബുകളും ബസ് സ്റ്റോപ്പുകളും കവലകളും ഒക്കെ സജീവമാണ്, പക്ഷെ പള്ളിയാണ് സജീവമാകാത്തത്. എവിടെ? റമദാൻ നോക്കൂ നിങ്ങൾ, പള്ളിയാണ് ഈ റമദാൻ ഇപ്പോൾ നമുക്ക് ഊണ് കിട്ടിയിട്ട് സജീവമാക്കാൻ കഴിയാതെ പോകുന്നത്. അതിന്റെ പ്രധാന കാരണവും അമിതമായ ഭോജനം തന്നെയാണ്, ഭക്ഷണ പദാർത്ഥങ്ങളുടെ ആധിക്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫുതൂറിന്റെ ഭക്ഷണം സുഹൂറിലേക്ക് മാറ്റി വെക്കും. ഫുതൂറിന്റെ ഭക്ഷണം സുഹൂറിലേക്ക് മാറ്റി വെക്കും. എന്റെ ഫുതൂറിന്റെ ഭക്ഷണം കഴിച്ച് അധികം അമിതമായി കഴിഞ്ഞാൽ പിന്നെ
പിന്നെ അടുത്ത നമസ്കാരങ്ങൾക്കും നമുക്ക് വലിയ പ്രസക്തി ഉണ്ടാവില്ല, അങ്ങനെ തിരിഞ്ഞു നോക്കൂല. ഇത് ഭയങ്കര ക്ഷീണാണ്, വയ്യ എന്ന് പറഞ്ഞ മാറുന്നു. എന്നാ നടക്കപ്പെട്ട വീട്ടിലെങ്കിലും അത് മുഴുവൻ നമസ്കരിക്കാൻ തയ്യാറുണ്ടോ? അതും അങ്ങനെ കാണാതെ പോകുന്നു എന്നതാണ് വസ്തുതയും. അതുകൊണ്ട് വിശ്വാസികളെ ഒന്ന് മനസ്സിരുത്തി വെച്ചാൽ, പ്രായം ആളുകൾക്ക് വളരെ സജീവമാണ്, പക്ഷെ യുവാക്കളാണ് ഇപ്പോഴും വളരെ വളരെ പുറകിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ യുവാക്കളും എന്നെ ചോദിക്കും, പക്ഷെ ആ യുവാക്കൾക്ക് ഇസ്ലാം കൊടുത്ത സ്ഥാനം വല്ലാത്തൊരു സ്ഥാനമാണത്. ആ യുവത്വത്തെ വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസും ഉപയോഗപ്പെടുത്തിയത് ഒരു വിപ്ലവത്തിന്റെ മാറ്റത്തിന്റെ വല്ലാത്തൊരു എന്താ പറയാ ഒരു ചരിത്രം പഠിപ്പിക്കുന്ന ആളത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. ഫത്തൻ ഇബ്രാഹിം എന്നാണ്, അല്ലെ? യുവാവായിരുന്നു ആ പ്രവാചകൻ. യുവത്വത്തെ എടുത്തു പറയാൻ ആ പ്രവാചകന്റെ ചരിത്രങ്ങള് നോക്കൂ. നിങ്ങള് സ്വഹാബത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധന നോക്കുമ്പോഴും ചരിത്രത്തിന് ഇന്നലെ കടന്നുപോയാൽ ഒരു 20 വർഷം കണ്ട് അഥവാ റമദാനിന് റമദാൻ 17 എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു ദിവസമല്ല. ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട, ചരിത്രത്തിന്റെ താളുകളിൽ എഴുതപ്പെട്ട, യോബിൽ ഫുർഖാൻ വിശേഷിപ്പിച്ച സത്യാസത്യ വിവേചനത്തിന്റെ ദിനമായിരുന്ന, അഥവാ അള്ളാഹു മാത്രം ആരാധിക്കുന്നവരും അല്ലാത്തവരും പ്രാർത്ഥിക്കും തമ്മിലുള്ള അന്തരത്തെ വേർതിരിച്ച ഏറ്റവും ശ്രദ്ധേയമായ ദിനമാണ് നമ്മുടെ മുമ്പിലൂടെ ഇനിയുള്ള ദിവസം കടന്നു വരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതും യുവത്വത്തിന്റെ ചോരത്തിളപ്പ്, അത് ആ ബദറിന്റെ രണഭൂമിയിൽ അബൂജഹലിനെ കൊല്ലാൻ പോലും 2 കുട്ടികളായിരുന്നുവെങ്കിൽ, മുആദും മുഹമ്മദും എന്ന് പറയുന്ന 2 മക്കളായിരുന്നുവെങ്കിൽ, 14-15 വയസ്സുള്ള ചെറുപ്പക്കാരായിരുന്നുവെങ്കിൽ പിതാവിനോട് ചോദിച്ചു, എവിടെയാണ് അബൂജഹൽ, ഒന്ന് കാണിച്ചു തരൂ. ആ ചോദ്യത്തിൽ വല്ലാത്തൊരു പ്രസക്തിയുണ്ട്. എന്ത് പ്രവാചകനെയും ഇസ്ലാമിനെയും അവഹേളിച്ച, മത്സരിച്ച, ആക്രമിച്ച, ചീത്ത പറഞ്ഞ, ആക്രമിക്കാൻ നോക്കിയ അബൂജഹൽ എവിടെ എന്നാണ് ആ 2 മക്കൾ ചോദിച്ചതെങ്കിൽ, ആ പിതാവിന്റെ കൈ കൊണ്ട് അതാ അബൂജഹലിന് പറയേണ്ട താമസം അവിടെ ചെന്ന് ആ അബൂജഹലിന്റെ കഴുത്ത് വെട്ടിനാൽ മാത്രം ആ മക്കൾ വളർന്നുവെങ്കിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വിശ്വാസികളെ യുവത്വത്തെ കുറിച്ച് വല്ലാത്തൊരു ചരിത്രമുണ്ട്. അറിയേണ്ടവരാ നമ്മൾ എന്ത് ചെയ്തു ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി എന്ത് ചെയ്തു, ഇസ്ലാമിന്റെ ഷാറുകൾക്ക് വേണ്ടി എന്ത് ചെയ്തു. ഞാനും നിങ്ങളൊക്കെ മുസ്ലിമാണ്, തൗഹീദുള്ളവരാണ്, മുവഹ്ഹിദുകളാണെന്ന് പറയുന്നു. പക്ഷേ ആദർശ പ്രബോധന മേഖലയിൽ, സംഘടനാ രംഗത്ത്, ദഅവാ രംഗത്ത് നമ്മുടെ സാന്നിധ്യം എത്രമാത്രമുണ്ട് എന്നത് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഈ വിദ്യ മക്കളെ നാം അടുത്തറിയുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഈ സന്ദർഭത്തിലൂടെ, ഈ തരുണത്തിലൂടെ നമ്മൾ ഓർത്തുവെക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. ഇസ്ലാമിന് വേണ്ടി നമ്മുടെ കരുത്ത് നമ്മൾ തെളിയിക്കണം. യുവത്വം അള്ളാഹുവിന്റെ മാർഗ്ഗത്തെ യുവത്വത്തെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. യുവാക്കൾ ആരാ? അള്ളാഹുവിന്റെ മാർഗ്ഗത്തിന് വേണ്ടി ധർമ്മസമർത്ഥന വിഷയത്തിൽ വ്യക്തമായി എടുത്തു പറയുമ്പോ ആരാണ് യുവത്വം എന്ന് പറയുന്നത്? ആ യുവത്വത്തെ പറ്റി നാളെ പന്ത്രണ്ട് ചോദ്യമുണ്ട്. അതെവിടെ കൊണ്ടുപോയി നശിപ്പിച്ചു എന്ന കൃത്യമായ ചോദ്യം നാളെ റബ്ബിന്റെ കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ റബ്ബിന്റെ ഭവനത്തിലൊന്ന് വന്നിരിക്കാൻ, ആ റബ്ബിന്റെ ഭവനത്തെ സജീവമാക്കാൻ, റമദാനായാലും അല്ലെങ്കിലും സജീവമാക്കാൻ, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക്, ജുമാകൾക്ക്, തറാവീഹുകൾക്ക് എല്ലാം സമ്പന്നമാകാൻ, അതോടൊപ്പം തന്നെ ആ റമദാനിലുള്ള ഓരോ ക്ലാസുകളെയും നമ്മൾ സജീവമാക്കാൻ. കാരണം റമദാനിനാണ്. അങ്ങനെ 10, 4, 5 ആളുകളെ കിട്ടിയ എന്തെങ്കിലും ആരെങ്കിലും ഒരു കുട്ടിയാണെങ്കിൽ ക്ലാസ് എടുത്താൽ പോലും ആ കുട്ടിയുടെ മുമ്പിൽ വന്നിരുന്ന് വിദ്യാർത്ഥികളായി വന്നിരുന്നുകൊണ്ട് ആ കുട്ടി എടുക്കുന്ന ക്ലാസ് ആണെങ്കിൽ പോലും കേൾക്കാൻ ഒരു മനസ്സ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിനയത്തിന്റെ നിറവിലുള്ള മനസ്സാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മളെക്കാളും അറിവ് പറഞ്ഞ കുട്ടിയായിക്കോട്ടെ, നമ്മളെത്ര അറിവുകളായിക്കോട്ടെ, പക്ഷെ എടുക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ആ എടുക്കുന്ന ക്ലാസ് വീക്ഷിക്കുമ്പോ ചിലപ്പോൾ അറിയാതെ നമ്മുടെ മനസ്സും അറിയാനും കിട്ടാത്ത അറിവ് തിരിച്ചു കിട്ടാനും കിട്ടിയ അറിവിനെ പുതുക്കാനുമുള്ള ഏറ്റവും നല്ല അവസരമായി നമുക്കത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് സുബൈക്കും തറാവിഹും ശേഷമൊക്കെ എടുക്കാനും പിന്നെ വലിയ കൂലി വെച്ചിട്ടല്ല, പക്ഷേ ആ എടുക്കുന്നവർ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ്, റബ്ബിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ്. കാരണം ആ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ
പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഉത്തമന്മാർ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ അതിനെ നാം അനർത്ഥമാക്കാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ തരണത്തോട് സൂചിപ്പിക്കാനുള്ളത്. റമദാന്റെ പാപമോചനം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു നിയ്യത്താണ്, നന്നാക്കണം. പാപമോചനം കേവലം വാക്കുകൾ കൊണ്ടാവരുത്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യവെച്ചു അവൻ പൊരുത്തരുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. രണ്ടാമത് സമയം ഉപയോഗപ്പെടുത്തുക, പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന സമയം ഉപയോഗപ്പെടുത്തുക, പ്രത്യേകിച്ച് അത്താഴത്തിന്റെ സമയവും അതേപോലെ തുറക്കുന്ന സമയത്തേക്കുള്ള പ്രാർത്ഥനകൾ സജീവമാക്കണം. മൂന്നാമത്തെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അഥവാ അല്ലാഹുമ്മ അൻത റബ്ബി തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ല അൻത ഖലഖ്തനി വ അനാ അബ്ദുക എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ഇസ്തിഗ്ഫാർ, ആ പ്രാർത്ഥനയെ രാവിലെയും വൈകുന്നേരവും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അർത്ഥം അറിഞ്ഞുകൊണ്ട് ചൊല്ലാൻ ശ്രമിക്കുക. അതേപോലെ മറ്റുള്ളവർക്ക് മാപ്പ് നൽകുക. നമ്മൾ തെറ്റ് ചെയ്തവർക്ക് നാം മാപ്പ് നൽകുമ്പോഴാണ് അള്ളാഹു നമുക്ക് മാപ്പ് നൽകുക. ഹൃദയത്തിൽ പകവെച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുന്നത് അത് ഫലപ്രദമാവില്ല എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ കണ്ണീരോടുള്ള പ്രാർത്ഥന, കാരണം കണ്ണീരൊഴിപ്പിച്ചുകൊണ്ട് തന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് തന്റെ റബ്ബിനെ ഓർത്തുകൊണ്ട് ഒറ്റയ്ക്ക് കണ്ട് കറഞ്ഞ കണ്ണുണ്ടല്ലോ, ആ കണ്ണൊരിക്കലും നരകത്തെ സ്പർശിക്കുകയില്ല. നരകത്തെ സ്പർശിക്കുകയില്ല എന്ന് പഠിപ്പിച്ചുവെങ്കിൽ ആ റബ്ബിനെ ഓർത്തുകൊണ്ട് തന്റെ തെറ്റുകൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് വിനയാതിരാവുക. ഹൃദയത്തിനുള്ള ഖേദവും ഒരിക്കൽ കണ്ണീരും ആ റബ്ബ് തട്ടി മാറ്റുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. അതേപോലെ ഹക്കുകൾ തീർക്കുക. മനുഷ്യർ ചെയ്ത തെറ്റുകള് പണം കടം വാങ്ങിയിട്ടുണ്ടാവാം, ആരും ജോലിച്ചിട്ടുണ്ടാവാം, ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചു നൽകുകയോ അവരോട് നേരിട്ട് മാപ്പ് ചോദിക്കുകയോ ചെയ്യേണ്ടത് തൗബ സ്വീകരിക്കപ്പെടാൻ അനിവാര്യമാണ്. അത് ഭാര്യയോടായാലും ഭർത്താവിനോടായാലും മക്കളോടായാലും അയൽവാസികളായാലും അതേപോലെ അമ്മോശനോടായാലും അമ്മായിമ്മയോടായാലും ആരോടാണെങ്കിലും ശരി എല്ലാം മാപ്പ് ചോദിച്ച് തന്റെ റബ്ബിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. അതേപോലെ ഏഴാമത്തേത് നിരാശപ്പെടാതിരിക്കുക. എത്ര പാപം എത്ര ഉണ്ടാവട്ടെ, അതാണ് 99 ചരിത്രം പറഞ്ഞത്, എത്രയിക്കോട്ടെ എത്രയാണെങ്കിലും ശരി തന്റെ റബ്ബ് കാരുണ്യവാനാണ്. എല്ലാ പാപങ്ങളെക്കാളും വലുതാണ് ആ റബ്ബിന്റെ ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത്. അത് ഉറച്ച് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അതേപോലെ നന്മകൾ വർദ്ധിപ്പിക്കുക. തിന്മകളെ നന്മകൾ വായിച്ചു കളയുമെന്നാണ് അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഖുർആൻ പാപം തേടുന്നത്, ദാനധർമ്മങ്ങൾ, സ്വതന്ത്ര ഖുർആൻ പാരായണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. മടക്കമില്ലെന്ന ഉറച്ച വിശ്വാസം. ഇനി മടക്കം എപ്പോഴാണ്ടാകും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ റമദാൻ കഴിഞ്ഞാലും പഴയ തെറ്റുകളിലേക്ക് തിരിച്ചു പോകില്ലെന്ന് ആ അല്ലാഹുവിനോട് കരാർ ചെയ്യുക. തൗബയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഷർത്താണ് ഇത്. ഇനി ഒരിക്കൽ മാത്രം പോകില്ല എന്ന ഷർത്ത് അത് റബ്ബിനോട് ഏറ്റു പറയുക. അതോടൊപ്പം തന്നെ പശ്ചാത്താപത്തിന്റെ ഈ മാസത്തിലൂടെ നടന്നു പോകുമ്പോൾ പറഞ്ഞു പോകുമ്പോൾ നാവിലും ഹൃദയത്തിലും ഉണ്ടാവേണ്ട പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുക. ഇങ്ങനെ ജീവിതത്തിൽ ധന്യമാക്കി ഈ വിശുദ്ധ റമദാനിലൂടെ കടന്നുപോകാൻ നാം ശ്രദ്ധ വെക്കണമെന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വിശ്വാസികളെ, ഇന്ന് ഈ വിശുദ്ധ റമദാന്റെ ഈ വെള്ളിയാഴ്ചയിൽ നമുക്കൊരു കളക്ഷൻ ഉണ്ട്. അത് നമ്മുടെ അധ്യാപക ക്ഷേമത്തിനുമായി ബന്ധപ്പെട്ടതാണ്. മദ്രസയിൽ കുട്ടികളില്ലാത്തതുകൊണ്ട് റസീത് കൊടുക്കാൻ വിതരിച്ചാൽ പറ്റാത്തത് കൊണ്ടും കുറച്ചാളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നാലും ഇനിയും ഒരുപാട് ആൾ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ റസീത് കൊടുക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ടും അവസരമില്ലാത്തത് കൊണ്ടും ഈ ഒരു വെള്ളിയാഴ്ച ആ ഒരു കളക്ഷനുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിവിന്റെ പരമാവധി അത് നിങ്ങളെല്ലാവരും പങ്കാളിത്തം ഉണ്ടാവണം. ഒരുപാട് പാവപ്പെട്ട അധ്യാപകർക്ക് താങ്ങാണ്, തമിഴാണ്. അത്തരം സഹായങ്ങള്, ഇത്തരം ധർമ്മങ്ങള് അത് മനസ്സിലാക്കി അതിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ കളക്ഷൻ അതുമായി ബന്ധപ്പെട്ടതാണ് പ്രത്യേകം സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളും ആ റബ്ബിന്റെ അടുക്കൽ സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, പാരായണവും പഠനവും സ്വതക്കയും സക്കാത്തുമായി ബന്ധപ്പെട്ടും എല്ലാം ആ റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ വന്നുപോകുന്ന ചെറുതുപറ്റുമായ പാപങ്ങളെ അല്ലാഹു മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെ രോഗികളായി കഴിയുന്നവർക്ക് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. മാരക രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹുവെല്ലാം ആശ്വാസവും ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും ജോലിയിലും ബിസിനസ്സിലും കച്ചവടത്തിലും എല്ലാം ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.
മരണപ്പെട്ടവർക്ക് അല്ലാഹു മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മെയും കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. اللهم انصر اخواننا المسلمين في كل مكان الذين يجاهدون لاعلاء كلمه لا اله الا الله. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.